വണ്ടികൾക്ക് ശാപമോക്ഷമേകാൻ സ്പേസ് പദ്ധതിയുമായി സർക്കാർ. കേസിൽപ്പെട്ട് പോലീസ് സ്റ്റേഷൻ പരിസരങ്ങളിൽ തുരുമ്പെടുത്ത് നശിക്കുന്ന വാഹനങ്ങൾക്കൊടുവിൽ ശാപമോക്ഷം. സ്റ്റേഷനുകളിലെ സ്ഥലപരിമിതിക്കും കാഴ്ചയിലെ അലോസരത്തിനും ശാശ്വത പരിഹാരം കാണാൻ ലക്ഷ്യമിട്ട് സംസ്ഥാന സർക്കാർ പുതിയ നിയമനിർമ്മാണത്തിനൊരുങ്ങുന്നു. ഇതിന്റെ ഭാഗമായി സ്പേസ് എന്ന പേരിൽ പ്രത്യേക പദ്ധതി നടപ്പാക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പ്രഖ്യാപിച്ചു. കേരള പോലീസ് ഹൌസിംഗ് ആൻഡ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ ലിമിറ്റഡിന്റെ നേതൃത്വത്തിൽ പൊതുമേഖലാ സ്ഥാപനമായ സീറോയുടെ സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പാക്കുന്നതെന്നാണ് മന്ത്രി രമേശ് ചെന്നിത്തല അറിയിച്ചിരിക്കുന്നത്. സംസ്ഥാന പോലീസ് മേധാവി ചെയർമാനും KPHCC മാനേജിംഗ് ഡയറക്ടർ അംഗവുമായ സമിതിയാണ് സ്പേസ് പദ്ധതിക്ക് രൂപം നൽകുന്നത്. റീക്ലെയിം, റിന്യൂ, റിവൈവ് എന്ന ടാഗ് ലൈനുമായാണ് പദ്ധതി ആരംഭിക്കുന്നത്. പോലീസ് സ്റ്റേഷനുകളിൽ കെട്ടിക്കിടക്കുന്ന വാഹനങ്ങളുടെ കണക്കെടുപ്പ് നടത്തി സമയബന്ധിതമായി നടപടികൾ പൂർത്തിയാക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നാണ് ആഭ്യന്തരമന്ത്രി അറിയിച്ചത്. മുൻഗണനാ റേഷൻ കാർഡുകൾക്ക് നാളെ മുതൽ അപേക്ഷിക്കാമെന്ന് പൊതുവിതരണ ഉപഭോക്തൃകാര്യ കമ്മീഷൻ. ഒഴിവാക്കൽ മാനദണ്ഡങ്ങളിലെ ഉൾപ്പെടാത്ത കുടുംബങ്ങളുടെ പൊതുവിഭാഗം റേഷൻ കാർഡുകൾ PHH വിഭാഗത്തിലേക്ക് തരം മാറ്റാനായി നാളെ മുതൽ അടുത്ത മാസം 17 വരെ ഓൺലൈനായാണ് അപേക്ഷിക്കേണ്ടത്. അർഹരായ കാർഡുടമകൾ ബന്ധപ്പെട്ട രേഖകൾ സഹിതം അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ സിറ്റിസൺ ലോഗിൻ പോർട്ടൽ മുഖേനയോ ഓൺലൈനായി അപേക്ഷിക്കണം. മുൻഗണനാ റേഷൻ കാർഡുകൾ ലഭിക്കാൻ അർഹതയുള്ള മുൻഗണനേതര വിഭാഗക്കാർക്ക് ഇതിന്റെ പ്രയോജനം ലഭിക്കും. ചമ്പക്കുളത്ത് മുഖ്യമന്ത്രി VD സതീശന്റെ കോലം കത്തിച്ചു. മൂലം ജലോത്സവം ഫാൻസ് ക്ലബിന്റെ നേതൃത്വത്തിലാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. വള്ളംകളി നടക്കുന്ന തിങ്കളാഴ്ച കുട്ടനാടിന് പ്രാദേശിക അവധി നൽകണമെന്ന് കുട്ടനാട് MLA റെജി ചെറിയാൻ നിയമസഭയിൽ സബ്മിഷനിലൂടെ ആവശ്യപ്പെട്ടിരുന്നു. പരിഗണിക്കുമെന്ന് ഔദ്യോഗിക മറുപടി നൽകിയ മുഖ്യമന്ത്രി സീറ്റിലിരുന്ന ശേഷം ഒരു കാരണവശാലും അവധി കൊടുക്കില്ല എന്ന് പറഞ്ഞതാണ് വിവാദമായത്. മൈക്ക് ഓഫാണെന്ന് കരുതിയായിരുന്നു മുഖ്യമന്ത്രിയുടെ അടക്കം പറച്ചിൽ. മുഖ്യമന്ത്രി പറഞ്ഞ രഹസ്യം വീഡിയോ ദൃശ്യങ്ങളടക്കം പുറത്തുവന്നതോടെയാണ് വ്യാപക പ്രതിഷേധം ഉയർന്നത്. സംസ്ഥാനത്ത് 8 പേർക്ക് കൂടി ഷിഗല്ല സ്ഥിരീകരിച്ചു. കോഴിക്കോട് 3, വയനാട് 2, എറണാകുളം, തൃശൂർ, മലപ്പുറം എന്നിവിടങ്ങളിൽ 1 വീതം എന്നിങ്ങനെയാണ് ഇന്ന് രോഗബാധ സ്ഥിരീകരിച്ചിരിക്കുന്നത്. നിപ്പയിൽ ഉയർന്ന റിസ്ക് വിഭാഗത്തിൽപ്പെട്ട ഒരാളെ ഇന്ന് ക്വാറന്റൈനിൽ നിന്ന് ഒഴിവാക്കി. 21 ദിവസത്തെ നിരീക്ഷണം പൂർത്തിയാക്കിയ ഉയർന്ന റിസ്ക് വിഭാഗത്തിൽപ്പെട്ട ഒരാളെയാണ് ഇന്ന് ക്വാറന്റൈനിൽ നിന്നും ഒഴിവാക്കിയിരിക്കുന്നത്. രോഗബാധിതന്റെ സഹപ്രവർത്തകനായിരുന്നു ഇദ്ദേഹം. രോഗബാധിതൻ വെന്റിലേറ്ററിൽ തുടരുകയാണ്. വിവാദ ബജറ്റ് നിർദ്ദേശങ്ങൾ. മുഖ്യമന്ത്രി VD സതീശന് പിന്തുണയുമായി ചെന്നിത്തലയും കുഞ്ഞാലിക്കുട്ടിയും. സംസ്ഥാന ബജറ്റിലെ ഏറ്റവും വിവാദപരമായ 2 നിർദ്ദേശങ്ങൾക്കെതിരെ മുസ്ലിം സമൂഹത്തിൽ നിന്ന് സംഘടനകളിൽ നിന്നും ശക്തമായ പ്രത്യയശാസ്ത്ര രാഷ്ട്രീയ എതിർപ്പുകൾ ഉയരുന്നതിനിടയിൽ മുഖ്യമന്ത്രി VD സതീശന് ശക്തമായ പിന്തുണയുമായി ലീഗ് പാർലമെന്ററി പാർട്ടി നേതാവും വ്യവസായ മന്ത്രിയുമായ PK കുഞ്ഞാലിക്കുട്ടി രംഗത്തെത്തി. കേന്ദ്ര സർക്കാരിന്റെ PM ശ്രീ പദ്ധതി നടപ്പാക്കുന്നതും വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി കുറയ്ക്കുന്നതുമായ ബജറ്റ് നിർദ്ദേശങ്ങളിലാണ് ലീഗ് ഔദ്യോഗിക നിലപാടിന് വിരുദ്ധമായി കുഞ്ഞാലിക്കുട്ടി മുഖ്യമന്ത്രിക്ക് പൂർണ്ണ പിന്തുണ നൽകിയത്. ഓപ്പറേഷൻ സിന്ദൂർ. വീരമൃത്യു വരിച്ച 6 സൈനികരുടെ പേരുകൾ പുറത്തുവിട്ട കേന്ദ്രം. കഴിഞ്ഞ വർഷം മെയ് മാസത്തിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യ നടത്തിയ സൈനിക നടപടിയായ ഓപ്പറേഷൻ സിന്ദൂരിൽ വീരമൃത്യു വരിച്ച 6 സൈനികരുടെ പേരുകൾ പുറത്തുവിട്ട കേന്ദ്ര സർക്കാർ. ഇതിൽ 5 പേർ കരസേനാംഗങ്ങളും ഒരാൾ വ്യോമസേനാംഗവുമാണ്. പഹൽഗാം കൂട്ടക്കൊലയ്ക്ക് മറുപടിയായി ഇന്ത്യ നടത്തിയ ഈ സൈനിക നീക്കത്തിന് ശേഷം ആദ്യമായാണ് വീരമൃത്യു വരിച്ച സൈനികരുടെ പേരുകൾ സർക്കാർ ഔദ്യോഗികമായി വെളിപ്പെടുത്തുന്നത്. ലഹരിക്കെതിരെ വിട്ടുവീഴ്ചയില്ല. പ്രതികൾക്കെതിരെ കാപ്പ ചുമത്തുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. സംസ്ഥാനത്ത് ലഹരി വ്യാപനവും വിൽപ്പനയും അവസാനിപ്പിക്കാൻ ശക്തമായ നടപടികളുമായി ആഭ്യന്തര വകുപ്പ് മുന്നോട്ടു പോകുമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല വ്യക്തമാക്കി. ലഹരി പദാർത്ഥങ്ങളുടെ ഏജന്റുമാരായി മാറുന്നവർക്കെതിരെ കാപ്പ ചുമത്തുമെന്നും അവരുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടുമെന്നും അദ്ദേഹം ആവർത്തിച്ചു. ലഹരി വേട്ടയ്ക്കായുള്ള ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിയിലൂടെ ഇതുവരെ 3790 കേസുകൾ രജിസ്റ്റർ ചെയ്യുകയും 4070 പേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. കേരള ഇനി കേരളമാകും. ഔദ്യോഗിക നാമമാറ്റ ബില്ലിൽ ജൂലൈ 1 നിയമസഭയിൽ ചർച്ച. സംസ്ഥാനത്തിന്റെ ഔദ്യോഗിക പേര് കേരള എന്നതിന് പകരം കേരളം എന്നാക്കി മാറ്റുമെന്നുള്ള നിർണായക നടപടികൾ ആരംഭിച്ചു. പേരുമാറ്റവുമായി ബന്ധപ്പെട്ട അഭിപ്രായം തേടി രാഷ്ട്രപതി അയച്ച കരട് ബില്ലിൽ കേരള നിയമസഭ ജൂലൈ 1 2 മണിക്കൂർ പ്രത്യേക ചർച്ച നടത്തും. മാറ്റം പ്രാബല്യത്തിൽ വരുന്നതോടെ സർവകലാശാലകൾ ഉൾപ്പെടെയുള്ള പൊതുസ്ഥാപനങ്ങളുടെയും നിയമസഭയുടെയും പേര് കേരളം എന്നായി മാറും. ഭരണഘടനയുടെ 1-ാം ഷെഡ്യൂളിൽ ഭേദഗതി വരുത്തുന്നതിനായി കേരള ബിൽ 2026 എന്ന പേരിലാണ് കേന്ദ്രം ബിൽ അവതരിപ്പിക്കുന്നത്.
സംസ്ഥാനത്ത് വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി ഘടന മാറ്റാനിടയില്ല. ധനബില്ലിൽ നികുതി ഘടന തുടർന്നേക്കും. ബില്ല് പാസ്സായാലും വിൽപ്പന സാധ്യമല്ലെന്ന വാദമാണ് സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നത്. പുതിയ ഇനം മദ്യം വിപണിയിൽ എത്തിക്കണമെങ്കിൽ എക്സൈസിന്റെ അനുമതി ആവശ്യമാണെന്നും സർക്കാർ പറയുന്നു. ഇക്കാര്യത്തിൽ ഘടകകക്ഷികളുമായി മുഖ്യമന്ത്രി ആശയവിനിമയം നടത്തും. മുസ്ലിം ലീഗ് അടക്കം ഘടകകക്ഷികൾ എതിർപ്പുയർത്തിയതിനെ തുടർന്നാണ് കൂടുതൽ ചർച്ചകളിലേക്ക് സർക്കാർ കടക്കുന്നത്. കേരള എഞ്ചിനീയറിംഗ് ഫാർമസി പ്രവേശന പരീക്ഷയുടെ ഫലം നാളെ പ്രസിദ്ധീകരിക്കും. ഉച്ചയ്ക്ക് 1 മണിക്ക് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോണാണ് കൊച്ചിയിൽ ഫലം പ്രഖ്യാപിക്കുക. CBSE 12ാം ക്ലാസ് പുനർമൂല്യനിർണ്ണയ ഫലം വൈകിയതിനാലാണ് ഇത്തവണ കീം ഫലവും വൈകിയത്. 22-ന് ഫലം പ്രഖ്യാപിക്കാൻ തീരുമാനിച്ചെങ്കിലും മാർക്ക് ചേർക്കാൻ കൂടുതൽ സമയം തേടി വിദ്യാർത്ഥികളും രക്ഷിതാക്കളും മന്ത്രിയെ സമീപിച്ചതോടെയാണ് മാറ്റിയത്. CBSE റീവാലുവേഷൻ മാർക്ക് കൂടി പരിഗണിച്ച് റാങ്ക് ലിസ്റ്റ് പരിഷ്കരിച്ച ശേഷമാണ് ഫലം പ്രഖ്യാപിക്കുന്നത്. വിവരങ്ങൾ ബന്ധപ്പെട്ട വെബ്സൈറ്റിലൂടെ അറിയാം.